കഴിഞ്ഞ ദിവസം ഞാനൊരു ശവടപ്പിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി സ്നേഹമുള്ളവര്. എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കുന്തിരിക്ക ഇടാനോ അമ്മച്ചിയുടെ കോഫിന്, അതായത് ഈ ശവപ്പെട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ച് അവിടെ എത്തിക്കാനോ ഈ കുഴിയിലിറക്കാനോ ഒരാളില്ല. മക്കൾ 5-6 പേരുണ്ട്. 5-6 മക്കളുള്ള ഈ അമ്മച്ചി അങ്ങനെ കെടുക്കുക. ആ യൂണിറ്റുകാരാണ് ഈ അമ്മച്ചിയെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടത്തുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ, മക്കളൊക്കെ ഇങ്ങനെ നിൽക്കണം, ഒരാൾ പോലും കരയണില്ല. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ ഈ പറഞ്ഞ 6 മക്കളുണ്ടായിട്ട് 6 മക്കളും അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത്ഭുത ജീവിനെ നോക്കണ പോലെ. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇതാരാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ അവരുടെ മക്കളൊക്കെ തന്നെയാ. എന്നിട്ട് ആ യൂണിറ്റിലുള്ളവര് അത് കഴിഞ്ഞ് ഫ്യൂണറൽ സെറമണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താന്ന് പറഞ്ഞിട്ട് മക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ, എൻ്റെ അച്ഛാ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ആ സ്ത്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അതുപോലെ വിദ്വേഷം സൂക്ഷിച്ചിട്ടുള്ള ഒരമ്മ. അച്ഛൻ വിശ്വസിക്കുമോ, ചോറില് എനിക്ക് മുട്ടുസൂചിട്ടെന്നുണ്ട് ഞാൻ ചാവാൻ വേണ്ടിയിട്ട്. സ്വന്തം അമ്മ മകന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ? മോനോട് എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം തോന്നിയിട്ട് അമ്മ പറഞ്ഞ കോഴ്സ് മോൻ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മകനെ കൊല്ലാൻ തീരുമാനിച്ച അമ്മ ബ്ലേഡ് ഇട്ട് കൊടുത്തു. ബ്ലേഡിന്റെ കഷ്ണം അത് ഈ മോനിങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഫ്യൂണറൽ സെറമണി കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നിരുന്ന് കരയാണ്. കരഞ്ഞിട്ട് പറയാ, അച്ഛാ അമ്മേന്ന് തോന്നുന്നില്ല, അച്ഛാ അമ്മേന്ന് തോന്നുന്നില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനെ ഈശ്വര അടുത്തിരുന്നിട്ട് ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ മരിച്ച ആരാ കരയാനുള്ള സ്നേഹമുള്ളവര്? ഈ വിദ്വേഷത്തിലും ഈ വൈരാഗ്യത്തിലും ഇങ്ങനെയൊക്കെ ജീവിക്കണം. നിന്റെ മരണസമയത്ത് നിനക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പോണ വഴിയിൽ വണ്ടി ഇടിച്ച് ചത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ശവം എടുത്ത് കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെക്കുമ്പോൾ എൻ്റെ ഇടവകയിലുള്ള 4 പേര് എനിക്ക് വേണ്ടി കരയുമോ? അയാളിങ്ങനെ തെണ്ടിരിഞ്ഞ് നടക്കണ അച്ഛനാണ്, അയാളിങ്ങനെ പാട്ടും ധ്യാനമൊക്കെ ആയിട്ട് നടക്കണ അച്ഛനാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നോക്കിപ്പോയാൽ അതിനും മോശമായിട്ട് എന്താണ് എനിക്കുള്ളത്? ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പക്ഷെ കരയുമോ? ഞാൻ എപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് കരയണവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലെൻ്റെ അമ്മ ഉണ്ടാവോ? മേ ബി. അമ്മ എന്തിനാ കരയുണ്ടാവുക? അമ്മയുടെ മോൻ നഷ്ടപ്പെട്ടതിൻ്റെ, എന്നെ നഷ്ടപ്പെട്ടതിൻ്റെ കരച്ചിലാണ് അമ്മ എന്നുള്ളത്. ഐ ഡോണ്ട് നോ ദ റിയൽ റീസൺ. എൻ്റെ 2 അനിയത്തിമാര് അത് കഴിഞ്ഞിട്ടൊരു 4ാമത്തെ ആള് കരയോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ എൻ്റെ സ്നേഹമുള്ളവരോട് ചോദിക്കാനുള്ളത്, തിരുഹൃദയമാസം കഴിയും, ഈശോയുടെ ഈ ശുശ്രൂഷകൾ കഴിയും, ടെലി റിട്രീറ്റ് ഒക്കെ കഴിയും. യു ആർ ഗോയിങ് ടു ഫേസ് ദ ലൈഫ്. ജീവിതത്തെ നീ നേരിടുമ്പോൾ നിനക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടാ? ഒരാൾ നിന്റെ കൂടെ നിന്നിട്ട് സാരല്ലേടാ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ നിനക്ക് ആരുണ്ട്? നന്ദിത എന്ന് പറഞ്ഞ കവയിത്രിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം നന്ദിതയുടെ കവിതയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കിങ്ങനെ കണ്ണ് നിറയും, നല്ല സുന്ദരമായ കവിത. എന്നിട്ട് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുക, നന്ദിത സൂയിസൈഡ് ചെയ്യുക. വാട്ട് ഈസ് ദ റീസൺ? ഇത്രയൊക്കെ കവിത എഴുതിയ നന്ദിത പറയാണ്, നന്ദിതയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരാ? മരണസമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമുക്കൊരു പാത്രം കഞ്ഞിവെള്ളം തരാൻ, ഒരു തുള്ളി വെള്ളം തരാൻ നിനക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിന് നീ ചെയ്യേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്ന സമയത്ത് വിദ്വേഷമില്ലാത്ത ഒരു ജീവിതം നിനക്കുണ്ടാവണം. അപ്പനോട് പിണങ്ങിപ്പോയ മോൻ, അവന് സ്വസ്ഥത കിട്ടിയ സ്നേഹമുള്ളവരെ, അവന് ഇത്രയും പൈസ ഉണ്ടായി, പൈസ കൊണ്ട് അവന് എന്തെങ്കിലും ഉണ്ടായി, ഈസ് ദെയർ എനി യൂസ് ദ മണി? അവന് ഒന്നും പറ്റിയില്ലല്ലോ, കൂട്ടുകാരവനെ പറ്റിച്ചു. അതാണ് നീ ഒരാളായിട്ട് വൈരാഗ്യത്തിലായ, ദ്വേഷത്തിലായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, നിന്റെ കൂടെ നിൽക്കുന്നവര് നിന്നെ ചീറ്റിയും. ഒരാള് നിന്നെ കൂടെ ഉണ്ടാവില്ല. വെള്ളം പോലും കിട്ടാത്ത രീതിയിൽ നിന്റെ ജീവിതം ഇങ്ങനെ നരകിച്ചു പോകും. അതല്ലേ വചനം എഴുതിയിരിക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ഈശോ എഴുതിയിരിക്കുന്നത് ഏറ്റവും നല്ല കഥയായിരിക്കും ഒരു പക്ഷെ പ്രോഡിഗൽ സണ്ണിന്റെ കഥയിൽ എന്താ എഴുതി വെച്ചിരിക്കണേ? ദൂർത്തുപുത്രന്റെ കഥയിൽ എഴുതിയ അവന് ഭക്ഷണം കിട്ടാതെ പന്നിക്കൂട്ടത്തിൽ പോയിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന തവിട് അവനിങ്ങനെ കുഴച്ച് കഴിച്ചു. ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥ എവിടെയാ? അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പായുടെ സ്നേഹത്തിൽ നിന്ന് അവൻ വിദ്വേഷത്തോടുകൂടെ ഇറങ്ങിപ്പോയി. അപ്പാ ഞാൻ പോവാണ്, ഞാൻ തിരിച്ചു വരാം, അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പന് മോനോട് സ്നേഹം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ മോന് അപ്പനോട് സ്നേഹമുള്ള പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടായില്ല. ഇനി വരാം നമുക്ക് ഫറവോയുടെ കഥയിലേക്ക്. ഈ അമ്മച്ചിയുടെ ശവടപ്പിന് ആരും ഉണ്ടായിരുന്നില്ല, ഈ കോഫിൻ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായത് കാണണമെങ്കിൽ ഫറവോയുടെ ജീവിതത്തിലാണ്.
ഫറവോയുടെ കഥ എന്താ? രാജാവായിരുന്നു, പക്ഷെ രാജാവിൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ സംഭവിക്കുന്നത് ആ വെള്ളം മുഴുവൻ എന്തായി? രക്തം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുളിക്കാൻ നോക്കുമ്പോൾ ഷവർ തുറക്കുമ്പോൾ രക്തം വരുന്നത്? എനിക്ക് തല ചുറ്റുന്ന കാര്യമാണ്. ഒത്തിരി ബ്ലഡ് കണ്ടപ്പോൾ തലയിട്ട് വീഴുന്ന ആളാണ് ഞാൻ. ഇന്ന് കുളിക്കാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഷവറിൽ മുഴുവൻ ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കണു. ഫറവോയുടെ വീട്ടിൽ അവൻ്റെ കൊട്ടാരത്തിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണത് എന്താ? ആ കൊട്ടാരത്തിൽ മുഴുവൻ ഇങ്ങനെ ഷവറിൽ മുഴുവൻ ഇങ്ങനെ രക്തം. കുടിക്കാൻ വെള്ളം എടുക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ മോന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ കട്ട പിടിച്ച ബ്ലഡ്. വചനം എഴുതിച്ചിരിക്കണത് അച്ചെഴുതിച്ചിരുന്നതല്ല, അവിടെ മുഴുവൻ ഇങ്ങനെ ബ്ലഡ് നിറഞ്ഞു, വെള്ളം കിട്ടാത്ത അവസ്ഥയായിട്ട് പോകും. നീ ശത്രുതയിൽ നിൽക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ദുരന്തമാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിന്റെ ജീവിതം ഇങ്ങനെ തകർച്ചയുടെ വക്കില് നിൽക്കും. രണ്ടാമത്തെ എന്താ? ഫറവോയുടെ മക്കള് നശിച്ചു പോയി എന്നാണ് പറയുന്നത്. മക്കള്. ഇപ്പം നിന്റെ ജീവിതത്തിൽ മക്കളുണ്ടോ? നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ? ഒരു അപ്പനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം മക്കൾക്ക് ജന്മം നൽകുക, മക്കൾ കൃപയുള്ളവരാകുക എന്നുള്ളതാണ്. ഈ ഫറവോയുടെ സംഭവത്തിൽ എഴുതിയിരിക്കുന്നത്, ഫറവോയുടെ ആദ്യജാതരെല്ലാം ഇവനിങ്ങനെ ആരൊക്കെ കൊന്നോ, ഇസ്രായേലിലുള്ളവരെ കൊന്നതിൻ്റെ ആനുപാതികമായിട്ട് ഇവൻ്റെ കുടുംബത്തിൽ നിന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ മരിച്ചു പോണത്, പ്രിയപ്പെട്ടവർ മുഴുവൻ ഇങ്ങനെ നശിച്ചു പോകും. അതൊരു ഭയങ്കര കാര്യമാണ്. അത് ബൈബിള് സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ തിയോളജി പഠിച്ചാൽ നമ്മൾ പഠിപ്പിക്കണം, ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരൊക്കെ ശത്രുതയിൽ നിൽക്കുന്നുണ്ടോ ആ ശത്രുതയുടെ ആഫ്റ്റർ ഇഫക്റ്റ് തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും.